on the pimp gang with my pinky ring. Lot of gang, lot of bitches in the icy chain. Why you claim that you rich, that's a false claim. I be straight to the whip, no baggage claim. Say the wrong words, you be hangman. Why me stick to your bitch like a spray tan? Mister, what kind of car you in? In the city, love my name, nigga. I ain't എടാ അതെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നുള്ളതേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കുറെ ദിവസം വീഡിയോ ഒക്കെ ഇടാതെ ഇരിക്കുമ്പം ആരും തിരിഞ്ഞു നോക്കൂല എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ മനസ്സിൽ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വേറെ വീഡിയോസ് ഒക്കെ ലാഗാക്കി ഇട്ടതും, അല്ലെങ്കിൽ തോന്നുമ്പോഴൊക്കെ വീഡിയോ ഇടുന്നതും, കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് തോന്നാത്തതും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും, കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിന് നമ്മൾ വെറുതെ വീഡിയോ ഇടേണ്ട ആവശ്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കണ്ടന്റുകളുണ്ട് കേട്ടോ, ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഇപ്പൊ ശരിക്കും ഒരു കമന്റിൽ നിന്ന് തോന്നിയ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് ദിവസമായിട്ട്, ഒരുപാട് ദിവസം എന്ന് വെച്ചാൽ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായിട്ടേ ആവുള്ളൂ. 3 ദിവസമായിട്ടും കണ്ടിന്യൂസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് ചിലര്. അപ്പം സെന്നിനെ പറ്റി, സെന്ന് എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ സെന്നിനെ പറ്റി എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് പോകുന്നു, സെന്നിനെ പറ്റി എന്തെങ്കിലും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് വേണ്ടേ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ട്, എത്ര രൂപയൊക്കെ ആവും, അല്ലെങ്കിൽ ഒരു സെൻ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയുടെ ചിലവാകും എന്നുള്ളത്. നിങ്ങൾ കാണുന്ന ഒരു പേനയും പേപ്പറും എടുത്തോ. എന്റെ വണ്ടിക്ക് ചിലവായത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ശരിക്കും പെയിന്റിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25, നിങ്ങൾ അത് കൂട്ടിക്കോ, 25,000 രൂപ പെയിന്റും നമ്മളത് പുട്ടി വർക്കും ഇത് കംപ്ലീറ്റ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും അത്യാവശ്യം വണ്ടി ഒന്ന് മിനുക്കി എടുക്കാനായിട്ട് എല്ലാം കൂടെ ഒരു 10-25 രൂപ അതായി. അത് പോരാഞ്ഞിട്ട് ഒരു 8,000 രൂപ നമ്മുടെ പേച്ച് വർക്ക് വണ്ടിയിൽ. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലടാ കേട്ടോ, നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. നമ്മൾ വണ്ടി എടുക്കുമ്പം വിട്ടുപോകുന്ന കേസ് അതാണ്. ചെറിയ പേച്ച് വർക്കായിരിക്കും നമ്മളെ കണ്ണിൽ കാണണം, അതല്ല. പേച്ച് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടുന്നിടക്ക് ഇങ്ങനെ പൊട്ടി ചെറിയൊരു ഓട്ടായിരിക്കും, തട്ടി അതൊരു വലിയൊരു ഓട്ടയാവും. അപ്പൊ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ചേക്കാം, എപ്പോ വേണോ ആ ഒരു സംഭവം നമുക്കിട്ട് പണി കിട്ടാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസ് മൈൻഡിൽ ഉറപ്പിച്ചോണം. പേച്ച് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു 5 രൂപ കൂട്ടിയെന്ന് വെച്ചോ, 5 അല്ല, ഒരു 7 രൂപ ഇങ്ങനെ വിലയാവും. കാരണം ഞാൻ 5 രൂപയാണ് ഞാൻ കണക്ക് കൂട്ടിയത്, പക്ഷെ ഒരു 8,000 രൂപ ആയി. അത് പുള്ളിക്കാർ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തു തന്നത്. നമ്മളെ സ്വരാജ് എണ്ണാണ് ചെയ്തത്. പിന്നെ അഖിലേഷ് എണ്ണം പുള്ളിയും കൂടെയാണ് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയത്. പിന്നെ അവിടെ നമ്മളൊരു പയ്യൻ കൂടെ ഉണ്ട്, അപ്പം അവരെല്ലാരും കൂടെയാണ് ക്ലിയർ ആക്കിയത് കേട്ടോ. അപ്പോ അതാണ് സംഗതി. പിന്നെ വന്നത്, അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടിക്ക് 25 + 8, പിന്നെ അഡീഷണൽ നമ്മളിപ്പോ മാറ്റും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ റെഡിയാക്കിയത് എല്ലാം കൂടെ ഒരു 3-4 രൂപ അത് മാത്രമായി. മാറ്റ് വാങ്ങിച്ച 1000 രൂപയായുള്ളൂ കേട്ടോ. അതായത് നമ്മൾ തറയിൽ ഇതിൽ ഇറുന്നില്ലേ, ഫ്ലോർ മാറ്റ്. അപ്പൊ അത് ഫ്ലോർ മാറ്റ് അല്ല, അതിന്റെ ബോഡി മൊത്തം പറഞ്ഞില്ലേ എന്താ ഒരു സംഗതി. അപ്പൊ അതിന് എല്ലാം കൂടെ ഒരു 1000 രൂപ സാധനത്തിനായുള്ളൂ. പിന്നെ നമ്മളെ ചേട്ടന്മാരെല്ലാരും കൂടെയാണ് അത് ഇട്ടത്. ഞാൻ, അച്ചു, പിന്നെ നമ്മളെ കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ ഇരുന്നാണ് ഇട്ടത്. നമുക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. അപ്പൊ അത് ഒരു 1000 രൂപയായി. പിന്നെ അഡീഷണൽ ഇതിന്റെ നമ്മളെ റെയിൻ ഗാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച എല്ലാം കൂടെ ഒരു 5 രൂപ കൂട്ടിക്കോ. പിന്നെ വണ്ടിയുടെ റേറ്റ് പ്ലസ് ടയർ അലോയ്. ഇപ്പം ടയർ അലോയും കൂടെ എനിക്കൊരു 25 രൂപ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 25,000 രൂപ കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടില്ല ഒരു 8, 9, 10, 11 മാക്സിമം ആ ഒരു റേറ്റിനകത്തേ നമ്മുടെ ഈ ഒരു അലോയ് നിൽക്കുള്ളൂ. അപ്പം ടയറും അലോയും കൂടെയാണ് എടുത്തത്. അപ്പോ ടയർ പുള്ളിക്ക് യൂസ് ഇല്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അതുകൂടെ എടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ പൈസ നോക്കില്ല, ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് അലോയ് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്തു കേട്ടാ. അതാണ് സംഭവം. അപ്പൊ അങ്ങനെ അലോയ് എടുത്തു. അപ്പം +25 കൂട്ടിക്കൊണ്ടേ. അത് പോരാഞ്ഞിട്ട് എമൗണ്ട് എന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായത്. അതായത് ഞാൻ വിചാരിച്ചില്ല ഇത്ര എമൗണ്ട് ആവും എന്നുള്ളത്. കയ്യിൽ നിന്ന് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടെസ്റ്റ്, അതിനാണ് എമൗണ്ട് ആയത്. ഇപ്പൊ നമ്മളെ പഴയതുപോലെ 800 രൂപ 1000 രൂപയൊന്നും ടെസ്റ്റ് ഫീസ് അടച്ചാൽ പറ്റില്ല കേട്ടോ. 12,600 രൂപയാണ് ടെസ്റ്റ് ഫീസ് ആയത്, ടെസ്റ്റ് ഫീസ് മാത്രം. അത് പോരാഞ്ഞിട്ട് ടാക്സ് 14,000 രൂപ അതായി. അപ്പൊ എല്ലാം കൂടെ ഒരു 26 സംതിങ് വണ്ടി ടെസ്റ്റ് ചെയ്തിറക്കാൻ വേണ്ടിയിട്ട് ആയിട്ട്, അതായത് RTOയിൽ മാത്രം ആയ എമൗണ്ട് ആണ്. പിന്നെ ഇൻഷുറൻസ് 3000 രൂപ,
ഇതെല്ലാം കൂടെ ആയി. പിന്നെ നിങ്ങളിപ്പം സെൻ എടുക്കുമ്പം ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, എനിക്കത് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. എന്നാലും ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം. സെന്ന് ഇപ്പം സെന്നല്ല, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാൻ ചിലർക്ക് വലിയ ഐഡിയ ഇല്ല എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത്, എന്താണ് ശരിക്കും. ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്ക് ബൈക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാന്നുള്ളതല്ലാതെ കാറിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് സെൻ എടുത്ത സമയത്ത് ചോദിച്ചു, ചേട്ടാ വീഡിയോ ഒക്കെ ഇട് എന്ന് പറഞ്ഞു. ഞാൻ എന്തോ എനിക്ക് വല്ല അറിയിക്കില്ല, പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനേ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ മെനക്കേട് ഇതാണ് കേട്ടോ. നിങ്ങളൊരു വണ്ടിയെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ട. അതില് ഒരു കക്ഷി ബോധമില്ലാതെ റോഡിലോട്ട് എടുത്ത് കയറ്റി. ഞാൻ അയാളെ ഒന്നും പറഞ്ഞില്ല. ഞാന് ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ കൊല്ലരുത്, എനിക്ക് ജീവിക്കണം, വീട്ടില് എന്നെ കാത്ത് 3 പേര് ഇരിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കൊല്ലല്ലെന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാൻ വന്നില്ലെങ്കിൽ പണിയായനെ. അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ 220 ഗ്ലാസ് മടക്കി വെച്ചിരിക്കുന്നത്. ഇടേ 220 ഗ്ലാസ് ഈ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൽ എത്രത്തോളം വിഷ്വൽ കിട്ടുമെന്നുള്ളത്. അത് വിടെ. പക്ഷെ അതിൽ കമന്റ് ചെയ്തേക്കുന്നത് 220 ഗ്ലാസ് നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ 220 ഗ്ലാസ് നൂത്ത് വയ്ക്കേ. കിഴങ്ങനാടേ നീയൊക്കെ എല്ലാരും അല്ല കേട്ടോ പറഞ്ഞ കമന്റ് ഇട്ടേക്കണവന്മാരെയാണ്. ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനം വേണ്ടി. ഇവിടെ ഈ സൈഡിൽ കൂടെ പറഞ്ഞവനെ എങ്ങനെയാടാ മിററിൽ കാണാൻ പറ്റണം? ബാക്കിൽ കൂടെ പറഞ്ഞവനെ കാണാൻ പറ്റുള്ളൂ. അത് 220 ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയാണ്. പിന്നെ ഒരുത്തൻ കമന്റ് ചെയ്തേക്കുന്നത് നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ വ്ളോഗ് ചെയ്യാതെ പോകണമെന്ന്. എടേ പൊങ്ങച്ചൻ പറയണതോ വീമ്പത്തനം പറഞ്ഞതോ വലിയ മറ്റേ സെറ്റപ്പോ ഒന്നുള്ളതല്ല. ഞാന് കേരളത്തിൽ, അതായത് നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്ന് വണ്ടി ഓടി ഞാൻ ലഡാക്ക് ഉംലിംഗ്ല പാസ് വരെ വ്ളോഗ് ചെയ്ത് പോയിട്ട് വന്ന ആളാണ് ഞാൻ. എനിക്ക് അവിടെ എങ്ങും എനിക്കൊരു ഡിസ്ട്രാക്ഷനും തോന്നിയില്ല. ഒരു രീതിയിൽ ആരെയും മണ്ടയ്ക്ക് കൊണ്ടുവന്ന് നമ്മൾ ആരെയും വണ്ടി കയറ്റിയില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഇതെനിക്കെന്തോ പറയണമെന്ന് തോന്നി കേട്ടോ. കുറെ കിഴങ്ങന്മാരുണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കേ. ഇവിടെ നിനക്കൊക്കെ എന്തോ മനസ്സ് കൂടെ കിട്ടണം ഇതിൽ നിന്ന്. ഞാൻ അയാളെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു ചീത്ത വാക്ക് പറയണമെങ്കിൽ പറയാം. എടേ നീ നോക്കിപ്പോ, അല്ലെങ്കിൽ നിന്റെ വണ്ടിയുടെ ഗ്ലാസ് നൂത്തി വെക്കണോ വേണ്ടെന്നുള്ളത് എന്റെ തീരുമാനം. ഞാൻ ആരെയും മണ്ടയ്ക്ക് കൊണ്ട് കേട്ടില്ലല്ലോ വണ്ടി. അതിവിടെ അത് സംസാരിച്ചു കഴിഞ്ഞാൽ മെനക്കേടാവും. ശരിക്കും പറഞ്ഞാ നീയൊക്കെ വേണോടെ, നീയൊക്കെ നെഗറ്റീവ് ഉള്ളവന്മാര് വേണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ കയറുള്ളൂ. നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണേ, സത്യം പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാക്കി തരണം ഇതുപോലുള്ള കുറെ തെണ്ടികളാണ്. അതുകൊണ്ട് നീയൊക്കെ വേണം, നീയൊക്കെ വരണം. അപ്പൊ പറഞ്ഞു വന്ന കേസ്, ഇപ്പം സെന്നല്ല ഏത് വണ്ടി എടുത്താലും ശരി തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അത് വണ്ടിയെ പറ്റി അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. വണ്ടി കയറണുണ്ടോ, കാല് കൊടുക്കുമ്പോൾ കയറണുണ്ടോ. ഇപ്പം NBFI വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാല് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് അറിയാൻ പറ്റും. കാർബറേറ്റർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിച്ച എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാർബറേറ്റർ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത്ര നമുക്കൊരു പെട്ടെന്ന് പിടുത്തം കിട്ടൂല അവനെ. പക്ഷെ ആള് പുലിയാണ്, അത് വേറെ കേസ്. പക്ഷെ NBFI വണ്ടിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാല് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റും. വണ്ടി ഇഴച്ചിലുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കേസ്, നമ്മുടെ എഞ്ചിന്റെ ക്യാപ്പില്ലേ, നിങ്ങൾ വണ്ടി ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കേസാണ്. വണ്ടിയുടെ എഞ്ചിന്റെ ക്യാപ്പ് കയറിപ്പടേ. എനിക്ക് ഇവിടെ ഒതുക്കണം, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് സ്ലോ ചെയ്യണം. ഇപ്പോ ഇവിടെ കൂടെ അപ്പൊ എഞ്ചിന്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ വണ്ടി ഓൺ ആക്കിയിട്ടോ ഊരി നോക്കി. അത് ആക്സിലേറ്റർ ഒന്നും കൊടുക്കണ്ട. എന്തെങ്കിലും സ്മോക്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും വരണുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് തല വെക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ രണ്ടാമത്തെ കേസ്, വണ്ടിയുടെ ഷോക്ക് അബ്സർ ഫ്രണ്ടിൽ എന്തായാലും നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത്, എനിക്കിപ്പോൾ ഒരു 8 രൂപ വരെ പണിയായിട്ടുണ്ട്. വണ്ടി ഒരു വണ്ടി എടുക്കുമ്പോൾ, നോർമൽ എന്നല്ല അത്യാവശ്യം ഇതുപോലെയുള്ള വണ്ടികൾ എടുക്കുമ്പോൾ ഒരു 10-15 രൂപ നിങ്ങൾ അതിൽ കൂട്ടിക്കൊണ്ട്. ഞാൻ പറയണത് എമൗണ്ടുകൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഇതെല്ലാം ഞാൻ ഇവിടെ ചവിട്ടി കയറുന്നില്ല, നമ്മുടെ കൂടെ ഒരുത്തം കൂടെ വരാനുണ്ട്. വാടാ വാ, ഞാൻ ഇവിടെ നിൽക്കണ. നമുക്ക് അവൻ വരുന്ന ഒരു മ്യൂസിക് കേട്ടാലോ? കുറെ നാളായി കേട്ടാ. പുള്ളിക്കാരൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസം തോന്നി കേട്ടോ. ഞാൻ ഇതൊക്കെയാണ് കേട്ടിട്ട് പോണത് ശരിക്കും പറഞ്ഞ വണ്ടി ഓടിക്കുന്ന സമയത്ത്. ബ്രോ കോപ്പിറൈറ്റ് അടിക്കല്ലേ, ഞാൻ നല്ലൊരു കാര്യമാണ് ചെയ്യണത്. ദൈവമേ കോപ്പിറൈറ്റ് ഇട്ട് തേഞ്ഞ്. Slide on the pimp gang with my pinky ring. Lot of gang, lot of bitches in the icy chain. Why you claim that you rich, that's a false claim. I be straight to the whip, no baggage claim. തോന്നണ പറയണ മോന്റെ പാട്ടാണി പെടക്കണ കേക്കല്ല തല തിരിയും പിന്നെ
മാറ്റേണ്ടി വരും പിന്നെ സൊറ മാറ്റേണ്ടി വരും അല്ലെ വിറമുട ഓടി വരും പിന്നെ ചാടി വെട്ടും ഈ പടം നിന്നെ മാറ്റി നിർത്തും കഥ മാറ്റി വെക്കും കഥ മാറ്റി വെക്കും. Say the wrong words, you be hangman. Why me stick to your bitch like a spray tan? Mister, what kind of car you in? In the city, love my name, nigga, I ain't gotta say it. കുമ്പിയെ കണ്ടെങ്ങേ പോയി പറയാണ്ടി എങ്ങേ പോയി ഈശേലെ ഊട്ടക്കൊണ്ടാണ് താങ്ങി കോരിയത് വിളി മാറ്റിയത് തറവാടി ചായ കുടി സ്റ്റീൽ ക്ലാസ്സിൽ താനിരുന്നാ മതി ഇത് കേട്ടാ മതി ഇത് കേട്ടാ മതി. A lot of girls like me, niggas wanna fight me. Nigga, get your ass checked like a fucking Nike. Me not icy, that's unlikely. And she gon' suck me like a fucking high C. Chains on the neck for the whole team. And I feel like Gucci with the ice cream. And my bitch want the Fenty, not the Maybelline. I'm the black JB, the way these bitches scream. എടാ ഇത് മാറ്റണോടാ. ഞാൻ അങ്ങനെ എല്ലാം പറയാറില്ല, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കേസ് നിന്റെ അടുത്തല്ല കേട്ടോ ഇതിനകത്ത്. അപ്പൊ പറഞ്ഞു വന്ന കേസ് വണ്ടിയിൽ വർക്കുകൾ കാര്യങ്ങൾ നോക്കുക. അതായത് വണ്ടി ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അതായത് ഷോക്ക് അബ്സോർബർ ഫ്രണ്ടിൽ നമ്മുടെ ആൾട്ടേക്ക് എല്ലാം കൂടെ ഒരു 15 രൂപയല്ലോടാ പറഞ്ഞ് അന്നത്തെ വർക്ക്. ഒരു 15 രൂപയുടെ വർക്കാണ് ആൾട്ടേക്ക് പറഞ്ഞേട്ടാ. അപ്പം എന്തായാലും ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം വേണ്ടെന്നുള്ള വർക്ക് എന്തായാലും നിങ്ങൾ ഫ്രണ്ടിൽ ചെയ്തിട്ട് നിങ്ങൾ ഒരു മിനിമം 15 രൂപ കൂട്ടിക്കോ. പിന്നെ എനിക്കെല്ലാം കൂടെ ഒരു 8 രൂപ വർക്കാണ് ആയതേട്ടാ. അപ്പം അലോയി, പിന്നെ പെയിന്റ്, ഈ ഫ്രണ്ടിൽ വന്ന വർക്ക്, വണ്ടിയുടെ ടെസ്റ്റ് ഫീസ്, പിന്നെ വണ്ടിയുടെ വില ഞാൻ അടുത്തും പറഞ്ഞിട്ടില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആരടുത്തും പറഞ്ഞിട്ടില്ല. അടുത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ രാജേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടനെ അറിയാം, പിന്നെ ആദർശിനെ അറിയാം, പിന്നെ അവർക്ക് അച്ഛനെ അറിയാം. ഇങ്ങനെ കുറച്ച് പേർക്ക്, അതായത് അത്രയും അടുത്തുള്ളത്. നീ അടുത്ത് ഇല്ലാന്നല്ല എൻ്റെ ഞാൻ പറയാത്തതാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ വണ്ടിയുടെ റേറ്റ് അറിയാവൂ. അപ്പോ അതാണ് സംഭവം, അത്രേ ഉള്ളൂ. അപ്പം വണ്ടി നിങ്ങൾ എടുക്കും പോലെ ഇരിക്കും, വണ്ടി നോക്കി നിങ്ങൾ എടുക്കും പോലെ ഇരിക്കും. ഞാൻ ഒരു ചെറിയ ക്ലൂ ആണെന്നുണ്ടെങ്കിൽ തരാം. ഒരു 50 റേഞ്ചിൽ നിങ്ങൾ നോക്കിയ ടെസ്റ്റ് ഒക്കെ കിടക്കുന്ന വണ്ടിയാണ്. 50-നകത്തുള്ള റേഞ്ചിൽ നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ അതിന് മുകളിലോട്ടുള്ള എമൗണ്ട് ഇട്ട് നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി പിടിക്കരുത്. ടെസ്റ്റ് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി കൊണ്ടുവന്ന് പണി ചെയ്ത് കംപ്ലീറ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ എടുത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ളത് പോയി കാശ് മുടക്കി പണിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമുക്കിപ്പോൾ വിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓവറായിട്ട് പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി ചെയ്യുന്ന കാശ് ഒന്നും ഒരു കാരണവശാലും വണ്ടിയിൽ കിട്ടൂല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വക കാര്യങ്ങൾ എനിക്ക് ഇതെന്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിയാന്നുള്ള, അല്ലെങ്കിൽ കാർ ഞാനെന്താ പറയുക പറയണേ, എന്തൂസിയാസ്റ്റാ അങ്ങനെയല്ലേ പറഞ്ഞത്? അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ ഉള്ളവരടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. എനിക്കിപ്പോ ഈ ഇതുപോലുള്ള മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവൂ. അപ്പം അതാണ് സംഭവം. പിന്നെ നിലവില് എമൗണ്ട് ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഏകദേശം നിങ്ങളൊന്ന് കൂട്ടി വെക്കും. ഞാൻ പറഞ്ഞതെല്ലാം കൂടെ അലോയി ടയർ 25, പെയിന്റിന് എല്ലാം കൂടെ ഒരു 25+ ആയിട്ടുണ്ട്. പിന്നെ പാച്ച് വർക്ക് ഒരു 8000, പിന്നെ ടെസ്റ്റ് ഫീസ് എല്ലാം കൂടെ ഒരു 26,800 രൂപ അതായിട്ടുണ്ട്. പിന്നെ അഡീഷണൽ എല്ലാം കൂടെ ഒരു 5 രൂപ അതായിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ റേറ്റ് ഞാൻ പറയില്ല കേട്ടോ. അപ്പൊ എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വണ്ടിയുടെ എമൗണ്ട് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ അത് പറയില്ല. അപ്പോൾ ഇപ്പൊ നിലവിൽ വണ്ടി നമുക്ക് വലിയ കുഴപ്പ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് റേഡിയേറ്റർ. വണ്ടിയിൽ ഈ വക സാധനങ്ങൾ റേഡിയേറ്റർ എപ്പോഴും ചെക്ക് ചെയ്തോണം. എവിടെയെങ്കിലൊക്കെ നിന്ന് കത്തണതുകൊണ്ടാണ്. ഒരു കാരണവശാലും റേഡിയേറ്റർ ചെക്ക് ചെയ്യാതെ വണ്ടി കൊണ്ടു കിടക്കരുത്, പണി കിട്ടും. അപ്പോൾ ആ വക സാധനങ്ങൾ ചെക്ക് ചെയ്തോണം. പിന്നെ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പ് ഊരുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു തുരുമ്പിന്റെ അംശം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ റേഡിയേറ്റർ മൊത്തത്തിൽ അങ്ങ് മാറിക്കോ. കാരണം എപ്പോഴായിരുന്നാലും ശരി തന്നെ അതിന്റെ പൈപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് മാറേണ്ടി വരും. ഞാൻ സംഭവം കണ്ടിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാത്തോന്നുണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുകിടന്ന് അവസാനം റേഡിയേറ്റർ ആ സാധനം ഫുള്ള് നമുക്കത് മാറേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 3-4 രൂപ അതിന് മാത്രം വരും. പിന്നെ പൈപ്പ്, അതിന്റെ കണക്ട് ചെയ്യുന്ന പൈപ്പ്, എ സിയിലോട്ട് വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ പൈപ്പ് കാര്യങ്ങളല്ല. അപ്പൊ അതെല്ലാം കൂടെ വലിയ എമൗണ്ട് ആവില്ല. ഈ സെന്റിന് 800, നമ്മൾ ആൾട്ടോ ഇതിനൊന്നും വലിയ റേറ്റ് ആവില്ല, കയ്യിൽ നിൽക്കും. മറ്റു കമ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കളസം കയറിക്കൊണ്ട് പോകും. അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അപ്പൊ ഇതൊക്കെ ഉള്ളൂ. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാലും മതി. എന്നെ കൊണ്ട് പറ്റണ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കേസുണ്ട്. ഇതിപ്പം ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരിക്കലും നമ്മുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി പോയി എടുത്ത് കാര്യമില്ല. ഇഷ്ടമുള്ള ഏതാണോ അത് ചെറുതായിരുന്നാലും ശരി തന്നെ എടുക്കുക. ഒരു കാരണവശാലും ലോൺ ഇട്ട് എന്ന് എടുക്കാൻ വേണ്ടി നിൽക്കരുത്. നമുക്കിപ്പം ഇപ്പൊ ഒരു പോളോ എടുക്കണമെന്ന് വെച്ചോ, ആ പോളോ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ മാക്സിമം ഫസ്റ്റ് അടയ്ക്കേണ്ട. അല്ലെങ്കിൽ ലോൺ ആണെങ്കിൽ പോലും ആ നല്ലൊരു എമൗണ്ട് നിങ്ങൾ ആദ്യം കണ്ടെത്തുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ ലോൺ ചെയ്യാനായിട്ട് പോകാവൂ. ഒരു കാരണവശാലും അല്ലാതെ ചെന്ന് ഇതിന്റെ മാക്സിമം ഇപ്പൊ ഒരു
10,000 20,000 ഇപ്പൊ വണ്ടി ഇറക്കാൻ പറ്റൂടാ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എല്ലാം കൂടെ അടച്ചു വരുമ്പോൾ ഒരു 6 ലക്ഷം രൂപ വരണമെങ്കിൽ ആ വണ്ടിയുടെ വില 6 ലക്ഷം രൂപ. പക്ഷെ നിങ്ങൾ അടച്ചു വരുമ്പോൾ എങ്ങനെ വില ഒരു 7-8 രൂപ ചുമ്മാ പോകും. പലിശയിൽ മാത്രം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ മിനിമം. എന്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞാണ്, മിനിമം അത് കയറി പോകും. ഒരു കാരണവശാലും നമുക്ക് അത് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് അല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളുടെ വണ്ടി സെക്കൻഡ് വിൽക്കുന്ന സമയത്തും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈ നഷ്ടം വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിപ്പോ ആരെ കാണിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തില് ചില തമിഴ് ടീംസുകൾ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വീടുകൾ കണ്ടിട്ട്, അതായത് ഓരോ വീടുകളും ഭയങ്കര ഡെവലപ്പാണ്. റോഡ് സൈഡിലുള്ള വീടുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഓരോ വീടിനെക്കാളും വലുതാണ് അടുത്തൊരു വീട്. അത് നമ്മളെ കേരളത്തിലെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും അടുത്തുള്ള ഒരുത്തന്റെ വീടിനെക്കാളും വലിയൊരു വീട് വെക്കണം. അല്ലടാ അങ്ങനെയല്ലേ? എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് വീട്ടിന്റെ കേസ് അങ്ങനെ. അതുപോലെ കാറായിരുന്നാലും ശരി തന്നെ. ഇപ്പം ഒരുത്തൻ്റെ ഒരെണ്ണം ഉണ്ട്, എനിക്ക് അതിനേക്കാളും വലുത് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടത്തിൽപ്പെട്ടു. ഞാൻ നിന്റെ അടുത്ത് കൂടെയാണ് പറയണത് കേട്ടാ. അതുകൊണ്ട് കടം പിടിച്ച് വെക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ഏതാണോ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക, പണി ചെയ്യുക, കൊണ്ടു കിടക്കുക, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടോ എന്റെ ഉപദേശം? ഇഷ്ടപ്പെട്ട? നീ പറ, ഞാൻ പറഞ്ഞ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ അത് പറ. അത്രേ ഉള്ളു. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിന് ബൈക്കെന്നല്ല, കാറെന്നല്ല, വീടായിരുന്നാലും ശരി തന്നെ, എന്ത് തന്നെ ആയിരുന്നാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു സംഭവം എനിക്ക് പറയാനായിട്ട്. ഞാനിതൊരു ചെറിയൊരു കണ്ടന്റ് മാത്രമായിട്ടാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി അലവിലേക്ക് ഇട്ടിട്ട് നല്ലൊരു ഫോട്ടോ കാര്യങ്ങൾ എടുത്തില്ല. എന്റെ കൂടെ ഒരു നിശ്ചലുണ്ട് കേട്ടോ, ഫോട്ടോഗ്രാഫർ. അപ്പൊ അവനായിട്ട് കുറച്ച് ഫോട്ടോ എടുപ്പിക്കണം, അതിനായിട്ട് എടുത്തോണ്ട് ഇറങ്ങിയതാണ്. ഞാൻ വണ്ടി റെഡിയാക്കിയപ്പോഴേ വിചാരിച്ചു. പിന്നെ കഴിവിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും ഞാൻ കഴിയില്ല, കാരണം കഴിയിട്ട് കാര്യമില്ല. നമ്മളവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, കൊണ്ടുവന്ന് ചെളിക്കകത്ത് വീണ്ടും ഇറങ്ങേണ്ടി വരും. അപ്പൊ അതാണ് സംഭവം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അവിടെ പോയിട്ട് ഒരു 3-4 സിനിമാറ്റിക് ഷോട്ട്സ് കൂടെ എടുത്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അമ്മാവോ തീർന്നാണ്. Slide on the pimp gang with my pinky ring. Lot of gang, lot of bitches in the icy chain. Why you claim that you rich, that's a false claim. I be straight to the whip, no baggage claim. വിളി കേട്ടാ തോന്നണ പറയണ മോന്റെ പാട്ടാണി പെടക്കണ കേക്കല തല തിരിയും. പിന്നെ കേക്കേണ്ടി വരും, പിന്നെ സൊറ മാറ്റേണ്ടി വരും. മല വിറമുട ഓടി വരും, പിന്നെ ചാടി വെട്ടും. ഈ പടം നിന്നെ മാറ്റി നിർത്തും, കഥ മാറ്റി വെക്കും, കഥ മാറ്റി വെക്കും. Say the wrong words, you be hangman. Why me stick to your bitch like a spray tan? Mister, what kind of car you in? In the city, love my name, nigga, I ain't gotta say it. കുമ്പിയെ കണ്ടെങ്ങേ പോയി, പറയാണ്ടി എങ്ങേ പോയി. കിശേലെ ഊട്ടക്കൊണ്ടാണ് താങ്ങി കോരിയത്, വിളി മാറ്റിയത്, തലവാടി ചായ കുടി സ്റ്റീൽ ക്ലാസ്സിൽ താനിരുന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ അഡീഷണൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ യൂട്യൂബിൽ വലുതായിട്ട് അങ്ങനെ നോക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇൻസ്റ്റയിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട് മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വക ഏതെങ്കിലും ടൈപ്പ് വണ്ടികൾ എടുക്കാനായിട്ട് നിങ്ങൾ ആരെയും പ്ലാനിലാണെങ്കിൽ ആൾട്ടോ അല്ലെങ്കിൽ 800 നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് എന്തായാലും അങ്ങനെ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, റേറ്റ് കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടിപ്പോയി ഒരിടവും പോയി വണ്ടി എടുത്ത് പണി മേടിക്കരുത്. എടുത്ത് നിങ്ങൾ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇതിപ്പം സെൻഡിങ്ങിനുള്ള സാധനങ്ങളൊക്കെ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എമൗണ്ടിൽ നോക്കിയെടുക്കുക. അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോകട്ടോ. ഫസ്റ്റ് മെക്കാനിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടി നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ആരെങ്കിലും കൊണ്ടുപോയി കാണിക്കുക. അതാകുമ്പോൾ അവർക്ക് A to Z ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ചെന്ന് റേറ്റ് കുറഞ്ഞ വണ്ടികൾ എടുത്ത് പണി മേടിക്കാതിരിക്കുക. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ ഉദ്ദേശിച്ചത്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ മാക്സിമം റിപ്ലൈ തരാം. പിന്നെന്താ അറിഞ്ഞില്ലല്ലോടാ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ചാനൽ. ഓക്കെ, ശരി, എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ശരി. A lot of girls like me, niggas wanna fight me. Nigga, get your ass checked like a fucking Nike. Me not icy, that's unlikely. And she gon' suck me like a fucking high C. Chains on the neck for the whole team. And I feel like Gucci with the ice cream. And my bitch want the Fenty, not the Maybelline. I'm the black JB, the way these bitches scream.